So, Vishwanath and Sons, writer, director, വെങ്കി അട്ലൂരി, നമ്മുടെ ലക്കി ഭാസ്കർ അതിനുശേഷം പുള്ളിക്കാരൻ ചെയ്യുന്ന ഫിലിമാണ്. വെങ്കി അട്ലൂരിയുടെ കൂടെ KN വിജയകുമാർ കൂടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റാറിങ് ദ വൺ സൂര്യ, അതുപോലെ തന്നെ മമിത ബൈജു ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, രാധിക ശരത് കുമാർ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ കാളി വെങ്കട്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ചെയ്യുന്നു, ഭാവനി ശ്രീ, പിന്നെ അതുപോലെ തന്നെ രാജീവ് മേനോൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സോ ഒരു 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 സൂര്യ ഫിലിം എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമ്മളൊക്കെ സൂര്യനെ കണ്ട് നമ്മളൊക്കെ ഒരു 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 ഫാനായിട്ടുള്ള സൂര്യയുടെ ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഫിലിം കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു വാരണായിരം പോലെയോ അല്ലെങ്കിൽ ഒരു സിലിനൊരു കാതൽ പോലെയോ അല്ലെങ്കിൽ ഒരു കാക്ക കാക്ക പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പിതാമഹൻ പോലെയോ അങ്ങനെ ഒരു സൂര്യയുടെ ഒരു സോൺ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സൂര്യയുടെ സോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സിലിനൊരു കാതലോ അല്ലെങ്കിൽ ഒരു കാക്ക കാക്കയോ അല്ലെങ്കിൽ ഒരു വാരണായിരോ അതേ ഇതിൽ സൂര്യക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു 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 സൂര്യയുടെ ഒരു റേഞ്ചിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിൽ സൂര്യ ഒന്ന് മാറ്റിപ്പിടിച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. ഒരു കോമഡി ഫാമിലി ജോണർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാസ് എന്ന് പറയുന്ന മാസോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്, പക്ഷേ എങ്ങനെ വെച്ചാൽ ഒരു ഹൈ ഒക്ടേൻ കൊമേഴ്ഷ്യൽ സിനിമയുടേതായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു കോമഡി ട്രാക്കിൽ കൂടി പോകുന്ന ഒരു സിനിമയാണ് ആക്ച്വലി വിശ്വനാഥ് ആൻഡ് സൺസ് പറയുന്നത്. എനിക്ക് പേഴ്സണലി സൂര്യയുടെ ഒരു വേറൊരു സോണിലേക്ക് വരുന്ന സിനിമകൾ ഞാൻ എപ്പോഴും അത് റെട്രോയിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കിട്ടിയില്ല. പക്ഷേ നമുക്ക് സൂര്യാറിപ്പൊട്ടിൽ അത് കിട്ടി. സൂര്യാറിപ്പൊട്ടാണ് സൂര്യയുടെ സോൺ, പിന്നെ ജയ് ഭീം സൂര്യയുടെ സോണാണ്. പക്ഷേ ജയ് ഭീം സൂര്യ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്. പക്ഷേ അത്തരത്തിൽ വരുന്ന സമയത്ത് സൂര്യയുടെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഒരു ട്രൈ ആണ് ആക്ച്വലി വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. സൂര്യയുടെ കൂടെ തന്നെയും സംസാരിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ആക്ച്വലി മമിത ബൈജു ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഒരു ഭയങ്കര തൊട്ടാൽ പൊള്ളുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം ഇത് എങ്ങനെ വേണ്ടിക്കലും പോകാം. കാരണം ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ആ ഒരു നൂൽപ്പാലം ക്യാരക്ടറാണ് ആക്ച്വലി മമിത ചെയ്തത്. പക്ഷേ പുള്ളിക്കാരൻ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു നോർമൽ ഓഡിയൻ്റ് ആയിട്ട് ഒരു ഫാമിലി ഒരു ഇതിൽ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫാമിലി ഇമോഷൻസും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വർക്കൗട്ട് ആകും. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഒരു 10 minutes കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരുമാതിരി എന്താണ് ജ്വല്ലറിയുടെ പരസ്യമോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഭയങ്കര ഡയലോഗ്സ് ഒക്കെ ഒരുമാതിരി പരസ്യ ഡയലോഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഒരു 15 minutes ശേഷം ഈ സിനിമ ഒന്ന് ട്രാക്കിലോട്ടാവുന്നുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഇതൊരു റിച്ച് പടമാണ്. അതായത് നമ്മുടെ ഒരു വാരിസിൻ്റെ ഒക്കെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ എന്നൊക്കെ വേണ്ടിയിൽ പറയാം. അപ്പോൾ അത്രയും റിച്ചാണ് ഇത് ആൾക്കാരൊക്കെ. അപ്പോൾ ഒരു സാധാരണക്കാരന് ഫസ്റ്റ് ഇനീഷ്യലി ഈ റിച്ച് ആയിട്ടുള്ള പരിപാടി കണക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതായിരിക്കും ഇനീഷ്യലി ചിലപ്പോൾ അവരുടെ ഡയലോഗ്സ് ഒക്കെ വന്നിട്ട് ഈ പരസ്യ ഡയലോഗുകളായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ വിജയ് പണ്ട് ജോയ് ആലോക്കസിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച സമയത്തൊക്കെയുള്ള ഡയലോഗ്സ് ഒക്കെ വന്നിട്ട് ഒരു ഫസ്റ്റ് 15 minutes ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി ആക്ച്വലി ഈ സിനിമ ട്രാക്കിലാവുന്നുണ്ട്. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ രാധിക ശരത് കുമാറും മമിതയായിട്ടുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതുവരെ സൂര്യ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കോമഡി പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എസ്പെഷ്യലി വന്നിട്ട് മമിതയായിട്ടുള്ള ചില പരിപാടികളൊക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ടെക്നിക്കൽ ടീമാണ് ഇതിനകത്തുള്ളത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി നിമിഷ് രവിയാണ്. അതുപോലെ തന്നെ എഡിറ്റർ നവീൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ബഗ്ലാൻ, പ്രൊഡക്ഷൻ എന്നൊക്കെ സെറ്റ് വീടെന്നൊക്കെ പറഞ്ഞാലെങ്കിൽ റിച്ച് സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ വീടാണ്. അപ്പോൾ തൂണൊക്കെ നമ്മൾ ബാഹുബലി സെറ്റിട്ട പോലെയാണ്. ആക്ച്വലി സെറ്റാണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ അതുപോലെയാണ് അതിൻ്റെ പരിപാടി. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് JV പ്രകാശ് കുമാറാണ്. മ്യൂസിക് പേഴ്സണലി പാട്ടുകൾ നന്നായിരുന്നു, പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ വളരെ ദയനീയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പല സ്ഥലത്തും വന്നിട്ടെന്ന് വെച്ചാൽ മ്യൂസിക് ഏതോ ഒരു തലത്തിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി പല സീനിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാട്ടുകൾ രണ്ട് പാട്ട് സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു, രണ്ടും കൊള്ളാം. ഈ സൂര്യയുടെ ഈ ഒരു ആംഗിൾ കാണുന്ന സമയത്ത് വെച്ചാൽ സൂര്യക്ക് ഇപ്പോൾ ഒരു സേഫർ ആയിട്ടുള്ളൊരു സോൺ ഉണ്ട് തമിഴ് സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ സൂര്യക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സോൺ സൂര്യക്കുണ്ട്. അത് സൂര്യ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മുമ്പേ ഇറങ്ങിയ കറുപ്പും ഇതും കമ്പയർ ചെയ്യുമ്പോൾ കറുപ്പ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള തിയേറ്ററിക്കൽ പുൾ കിട്ടാൻ ശേഷിയില്ലാണ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഇവരുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് തന്നെ വളരെ കുറവായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാർട്ടിംഗ് ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ട്. റീസൺ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് സിനിമയെ ഭയങ്കരമായിട്ട് ഇനീഷ്യലി തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു ഇനീഷ്യൽ പുള്ള് ഈ സിനിമയ്ക്ക് കിട്ടില്ല.
ഫാമിലിയാണ് ഈ സിനിമയ്ക്ക് കയറേണ്ടത്. അപ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയുടെ ഒരു 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 ഇമ്പോർട്ടൻസും ഈ സിനിമയ്ക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇന്നലെ ഞാൻ കണ്ട തിയേറ്ററിൽ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഫാമിലി ആയിരുന്നു. പക്ഷെ അവരൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് എൻജോയ്. കാരണം അവർക്ക് വന്നിട്ട് ഇതിൻ്റെ ഭയങ്കരമായ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല. അവർക്ക് വന്നിട്ട് അവർ വന്നിരിക്കുന്ന സമയത്ത് അവർക്കൊരു 2.5 മണിക്കൂർ പ്രോപ്പറായിട്ടൊരു ഹാപ്പിനെസ് ഈ സിനിമയുടെ ഒരുപാട് നല്ല സീനുകളുണ്ട് കേട്ടോ. ഇമോഷണലി കണക്ട് ആവുന്നതും അയ്യോ ഇങ്ങനൊരു വീട് ഉണ്ടാവണമല്ലോ എന്ന രീതിയിൽ ചോദിക്കുന്ന ചില സീനുകളൊക്കെ ഈ സിനിമേൻ്റെ അകത്തുണ്ട്. എന്നാലും സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫ് കഴിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ ഒന്ന് ഡീവിയേറ്റ് ആയി പോകുന്നുണ്ട്. ആ ഡീവിയേഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ബോറടി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ചില സീനുകളൊക്കെ വന്നിട്ട് എപ്പിസോഡായിട്ടാണ് ഉള്ളത്. അതായത് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ? കാരണം സൂര്യ വന്നിട്ട് ഒരു 2 പേരെ പോകുന്നു. അതിനുശേഷം വന്നിട്ട് നാസറിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ആ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ പോലെ പേഴ്സണലി ഫീൽ ചെയ്തു. അത് ആ ഇഷ്യൂ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ എടുക്കുന്ന ടൈം അതൊക്കെ വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തു. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തു ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ്. സൂര്യയാണ്, ഐ അഗ്രി. പക്ഷേ ഈ ഫൈറ്റ് സീക്വൻസ് അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഈ സിനിമയിൽ അതുള്ളൂ. മാസ് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തിക്കയറ്റുന്ന ഫൈറ്റ് സീക്വൻസ്. അതായത് നമ്മൾ മുടച്ച് നിൽക്കുന്നത്. പണ്ട് സിംഗം നമ്മുടെ ഹരിയുടെ പടത്തിനകത്ത് കോമഡി മുടച്ച് നിൽക്കും, അതേപോലെയാണ് ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസുകൾ മുടച്ച് നിൽക്കുന്നത്. ഒരു കാര്യമില്ലാത്ത ഫൈറ്റ് സീക്വൻസുകൾ, മറ്റേ പറയുന്നത് റിച്ച് ഫൈറ്റ് സീക്വൻസുകളാണ് ഈ സിനിമേൻ്റെ അകത്ത് ഉള്ളത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൂര്യയുടെ നമുക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ സൂര്യയുടെ വേറൊരു സോണ് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആക്ച്വലി വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. ഒരു റിച്ച് ആംബിയൻസിൽ ഒരു റിച്ച് സെറ്റപ്പുള്ള ഒരു റിച്ച് സിനിമ എന്ന രീതിയിലാണ് എനിക്ക് ആക്ച്വലി ഈ ഫിലിം ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ഓൾ ടെക്നിക്കാലിറ്റീസ്, അതർ ദാൻ ജി വി പ്രകാശ് കുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്കിയൊക്കെ ബെറ്ററായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി എന്താ പറയുക പരിപാടി ഇതിനകത്ത് സൂര്യ പിടിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവുകയും ചെയ്യുന്ന ഒരു വൈഡർ ഓഡിയൻസ്. നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൂര്യ ആൻഡ് മമിത, എസ്പെഷ്യലി മമിത, എനിക്ക് പേഴ്സണലി ഈ സിനിമേൻ്റെ അകത്ത് പുള്ളിക്കാരി ഭയങ്കര നന്നായിട്ട് വർക്കൗട്ട് ആയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബട്ട് ചിലവർക്ക് അത് ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ ഫീൽ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയില്ല, അത് ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എങ്ങനെ വേണ്ടെങ്കിലും പോകാമെന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിക്കാരി വളരെ നന്നായിട്ട് അത് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സമയത്തേക്ക് സൂര്യനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സോണിലേക്ക് സൂര്യ മടങ്ങി വരുന്നതിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്ന ഒരു സിനിമയാണ് ആക്ച്വലി വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്നതിൽ. പിന്നെ നമുക്ക് എന്താ പറയുക, കണ്ടിട്ട് നമുക്ക് നൈസ് അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞ് വരാൻ പറ്റുന്ന ഒരു സിനിമ, ഫാമിലി ഓഡിയൻസിനൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി വിശ്വനാഥൻ സൺസ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സൂര്യ ഈസ് മേക്കിംഗ് ദാറ്റ് മാർക്ക് അഗൈൻ. അതായത് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ വന്നിട്ട് സൂര്യക്ക് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ സൂര്യ വന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, സൂര്യ ഗംഭീരമായിട്ടുള്ള സിനിമകളായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഈ മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയില്ല ഇത് തിയേറ്ററിക്കൽ വേർഡിറ്റ് എന്തായിരിക്കും എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഇതിന് 2 അഭിപ്രായങ്ങൾ വരാം. ഒബ്വിയസ്ലി തമിഴ്നാട് ചിലപ്പം 2 അഭിപ്രായങ്ങൾ വരാം. കാരണം യൂത്തിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായം വരാം, ഫാമിലിയുടെ ഇടയിൽ വേറൊരു അഭിപ്രായം വരാം. പക്ഷേ ഒരു നോർമലായിട്ട് നമ്മളൊരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഒരു നല്ലൊരു ഫീൽ തരുന്ന ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ. ഫീൽ ഗുഡ് തന്നെയാണ് ഈ സിനിമ ആക്ച്വലി. ഫീൽ ഗുഡ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിറങ്ങാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്നത്. സോ ഡു വാച്ച് വിശ്വനാഥൻ സൺസ് ഇൻ യുവർ തിയേറ്റേഴ്സ്. ബൈ.